കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയെ പീഡിപ്പിച്ചയാൾ പിടിയിൽ. മെഡിക്കൽ കോളേജ് ആശുപത്രി അറ്റൻഡർ ശശീന്ദ്രൻ മയ്യന്നൂരാണ് പിടിയിലായത്. സ്ത്രീകളുടെ സർജിക്കൽ ഐസിയുവിൽ വെച്ച് പീഡനത്തിനിരയാക്കിയെന്നാണ് പരാതി. ജീവനക്കാരനെ അന്വേഷണ വിധേയമായി മെഡിക്കൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും സ്ത്രീക്ക് നേരെ ആക്രമണം. രാത്രി മരുന്ന് വാങ്ങാൻ പോയ സ്ത്രീ ആക്രമിക്കപ്പെട്ടയുടൻ സഹായത്തിനായി പേട്ട പോലീസിനെ വിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല. രാത്രി സ്റ്റേഷനിലെത്തി മൊഴി കൊടുക്കാൻ പോലീസ് ആവശ്യപ്പെട്ടെന്നും ആക്രമിക്കപ്പെട്ട സ്ത്രീ പറഞ്ഞു. പരാതി കൈകാര്യം ചെയ്തതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. തിരുവനന്തപുരം പാറ്റൂർ മൂലവിളാകത്ത് തിങ്കളാഴ്ച രാത്രി മരുന്ന് വാങ്ങാൻ പോയ സ്ത്രീയാണ് ആക്രമിക്കപ്പെട്ടത്. എന്റെ വീട്ടിലേക്ക് കയറാനായിട്ട് ടേണിങ്ങിലേക്ക് തിരിഞ്ഞതും ഇയാള് എന്നെ കയറാൻ വണ്ടി എടുക്കാൻ സമ്മതിക്കാതെ ക്രോസ് ആക്കി വണ്ടി കൊണ്ടുവത്തിച്ചിട്ട് എൻ്റെ പ്രൈവറ്റ് പാർട്ടിലേക്ക് കടന്ന് പിടിക്കുകയാണ് ചെയ്തത്. വേദന കൊണ്ട് പൊളഞ്ഞ ഞാൻ ഇയാളുടെ കൈ തട്ടി മാറ്റിയിട്ട് നിന്നെ തൊട്ടാൽ എന്തു ചെയ്യുമടി എന്ന് ആക്രോശിച്ചുകൊണ്ട് എൻ്റെ മുടിക്ക് കുത്തി പിടിക്കുകയും അവിടെയുള്ള കരിങ്കൽ ചുമരിലേക്ക് എന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോയി എൻ്റെ ദേഹം മുഴുവനും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. രക്ഷപ്പെട്ട് വീട്ടിലെത്തിയ ഉടൻ ആക്രമിക്കപ്പെട്ട സ്ത്രീയുടെ മകൾ പേട്ട പോലീസിനെ സഹായത്തിനായി വിളിച്ചെങ്കിലും തണുപ്പൻ പ്രതികരണം. ഗൂഗിൾ സെർച്ച് ചെയ്ത് പേട്ട സ്റ്റേഷനിലെ നമ്പർ എടുത്ത് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, സാർ എൻ്റെ അമ്മയെ ആരോ ആക്രമിച്ചു, ഞങ്ങൾക്ക് വീട്ടിലാരുമില്ല, ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രമാണുള്ളത്, ഇവിടം വരെ വരാമോ, വരാൻ പറ്റിയില്ലെങ്കിൽ ഒരു ആംബുലൻസ് എങ്കിലും അമ്മയെ ആശുപത്രി കൊണ്ടുപോയി അറേഞ്ച് ചെയ്യാമോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ അഡ്രസ്സ് എവിടെയാണ്, മൂലവിളാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിച്ചുകൊണ്ട് നിൽക്കുകയല്ലാതെ എന്തെങ്കിലും സഹായം ചെയ്യാമെന്നുള്ള ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. കേരളം വിടുകയാണെന്ന് ആക്രമണത്തിനിരയായ വീട്ടമ്മ. ഇവിടം സുരക്ഷിതമല്ല. ഇപ്പം എൻ്റെ മകള് പറഞ്ഞത് സത്യമായിട്ട് തോന്നി. മകൾ എപ്പോഴും പറയും ഇവിടം ശരിയല്ല, നമുക്ക് പോകാൻ പോകുന്നത്. പക്ഷെ ഞാനായിട്ടാണ് ഇവിടം വിട്ട് പോകാണ്ട് ഇങ്ങനെ നിന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയും വേഗം ഞാൻ കേരളം വിട്ട് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് തീരുമാനം. വ്യാഴാഴ്ച സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകിയതിനു ശേഷമാണ് പോലീസ് വീട്ടിലെത്തി മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. സ്ത്രീയുടെ പരാതി കൈകാര്യം ചെയ്തതിൽ പേട്ട സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരെ യഥാസമയം പരാതി അറിയിച്ചില്ല. കൃത്യനിർവഹണത്തിൽ ജാഗ്രത കാണിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം.